കേരള രാഷ്ട്രീയത്തിൽ അന്തസ് എന്നത് ഇന്ന് വെറും ഒരു വാക്കല്ല, അതൊരു ആയുധമാണ്. എതിരാളികളെ അടിക്കാനും സ്വന്തം പിഴവുകൾ മറയ്ക്കാനും നേതാക്കൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു പരിച. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ഒരു കേസിൽ അകപ്പെടുമ്പോൾ സദാചാരത്തിന്റെ ചെങ്കോലുമായിട്ട് രംഗത്തിറങ്ങുന്നവരാരാണ്? അവരുടെ ഭൂതകാലം എന്താണ്? സദ്ഗുണസമ്പന്നനായ ഗണേഷ് കുമാർ എന്ന് കോൺഗ്രസിനെ അന്തസ് പഠിപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ ഗണേഷ് അണ്ണ, ജനങ്ങൾക്ക് അംനീഷ്യ ബാധിച്ചിട്ടില്ല കേട്ടോ. പണ്ട് സരിത കേസ് കത്തി നിന്നപ്പോൾ താങ്കളുടെ പേര് എവിടെയായിരുന്നു? സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉയർന്ന ആരോപണങ്ങൾ കേരളം മറന്നിട്ടില്ല. കയ്യാല ചാടിയവനെ പുറത്താക്കിയിട്ട് ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുന്നത് അന്തസ്സല്ല എന്ന് താങ്കൾ പറയുമ്പോൾ പഴയ കാര്യങ്ങൾ ചെയ്യാൻ സോഷ്യൽ മീഡിയയ്ക്ക് വെറും സെക്കൻഡുകൾ മതി. ഇനി ഈ നാടകത്തിലെ മറ്റൊരു കഥാപാത്രം മുകേഷാണ്. രാത്രി 11 മണിക്ക് വിളിച്ച് ആരാധകനെ അന്തസ് പഠിപ്പിച്ച അതേ മുകേഷ്. സ്വന്തം പാർട്ടിയിലെ അഴിമതിയെക്കുറിച്ചോ ആരോപണങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ മൗനം പാലിക്കുന്ന മുകേഷ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പ്രതികരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? കേരളത്തിലെ അന്തസ് എന്ന വാക്കിനെ ഒരു ട്രോളാക്കി മാറ്റിയത് മുകേഷ് ആണെന്ന് വീഡിയോ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് റഹീം. കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് മുഖ്യമന്ത്രി ഉച്ചഭക്ഷണം ഉപേക്ഷിച്ചതിനെ കുറിച്ച് റഹീമിക്ക എഴുതിയ വരികൾ ആരെയും കരയിപ്പിക്കും. റഹീമിക്ക ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിച്ചതാണോ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത്? 9 വർഷമായി കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കാത്തവർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കടമെടുപ്പ് പരിധി കൂട്ടാൻ വേണ്ടി അതുമാത്രം സമരം ചെയ്യുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. ബിരിയാണി കഴിക്കുന്നതിനിടയിൽ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാത്തതാണോ ഇത്ര വലിയ വിപ്ലവം എന്ന് പറയുന്നത്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയിലെ യുക്തിയെ സാധാരണക്കാരായ സ്ത്രീകൾ പോലും ചോദ്യം ചെയ്യുന്നു. 35 വയസ്സുള്ള ഒരു യുവാവിനെ തകർക്കാൻ 80-90 വയസ്സുള്ളവർ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? വിവാഹിതയായ പരാതിക്കാരി എന്തിനാണ് ഹോട്ടൽ മുറികളിൽ പോയത്? പീഡനം നടന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നീട് എന്തിനാണ് സാമ്പത്തിക സഹായങ്ങൾ നൽകിയത്? ഇത് പീഡനമാണോ അതോ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണോ? വാളയാർ കേസിലെ പെൺകുട്ടികൾക്കും സ്കൂളിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്കും കിട്ടാത്ത എന്ത് നീതിയാണ് ഈ കേസിലെ സർക്കാർ ഉറപ്പാക്കുന്നത്? രാഷ്ട്രീയം എന്നത് ഇന്ന് വെറും പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ശബരിമല വിഷയം പോലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വലിയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം കേസുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? നേതാക്കളെ കിറ്റും പപ്പടവും നൽകി ജനങ്ങളെ എക്കാലവും മണ്ടന്മാരാക്കാൻ കഴിയില്ല. നിങ്ങൾ സദാചാരം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ നിഴലായി കൂടെയുണ്ടെന്ന് ഓർക്കുക. ജനം എല്ലാം കാണുന്നുമുണ്ട്, വിലയിരുത്തുന്നുമുണ്ട്. നാം ഇവിടെ കണ്ടത് വെറും ഒരു രാഷ്ട്രീയ പോരല്ല, മറിച്ച് കേരളീയ പൊതുസമൂഹം നേരിടുന്ന ധാർമ്മിക ഇരട്ടത്താപ്പിന്റെ ഒരു നേർചിത്രമാണ്. ഒരു വശത്ത് സദാചാരത്തിന്റെ പേരിലെ എതിരാളികളെ വേട്ടയാടുന്ന ഭരണകൂടം, മറുവശത്ത് സ്വന്തം പിഴവുകളെ ത്യാഗമായി ചിത്രീകരിക്കുന്ന നേതാക്കൾ. ഇതിനെ നമുക്ക് ഒരു സോഷ്യൽ മാസ്ക് ഗെയിം എന്ന് വിളിക്കാം. ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല. വാളയാറിലെ പെൺകുട്ടികൾക്കും സ്കൂളുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന കുരുന്നുകൾക്കും ലഭിക്കാത്ത അതിവേഗ നീതി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരുമ്പോൾ മാത്രം എങ്ങനെ ഉണ്ടാകുന്നു? ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒന്നാണ്. കടമെടുപ്പ് പരിധി, ശബരിമല വിവാദങ്ങൾ, വിലക്കയറ്റം തുടങ്ങിയ കാതലായ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഇത്തരം കേസുകൾ ഒരു പുകമറയായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയുടെ വിചാരണ എന്താണ്? ഇന്ന് കോടതികളെക്കാൾ വേഗത്തിൽ വിധി പ്രസ്താവിക്കുന്നത് ഇത്തരം സോഷ്യൽ മീഡിയയാണ്. എന്നാൽ ഇവിടെ റിയാക്ഷൻ വീഡിയോകളും ട്രോളുകളും നേതാക്കളുടെ പഴയകാല ചരിത്രങ്ങൾ കുത്തിപ്പൊക്കി വരുന്നത് അവർക്ക് തിരിച്ചടിയാവുകയാണ്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയമോ യഥാർത്ഥത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിന് പകരം അവിഹിത ബന്ധങ്ങളോ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങളോ പീഡനമായിട്ട് ചിത്രീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ഇരകളോടുള്ള അവഹേളനമാണ്. പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങൾ നൽകുന്ന കിറ്റും പപ്പടവും വാങ്ങി ജനങ്ങൾ മൗനം പാലിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അന്ധമായ പാർട്ടി സ്നേഹത്തിന് അപ്പുറം ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഗണേഷ് കുമാർ അന്തസ്സിനെ കുറിച്ച് പറയുമ്പോഴും റഹീം പട്നിയെ കുറിച്ച് എഴുതുമ്പോഴും ജനങ്ങൾ ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്തസ്സുള്ളതാകേണ്ടത് പ്രസംഗങ്ങളിലല്ല, മറിച്ച് നിലപാടുകളിലാണ്. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് മതി മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തിരയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് രാഷ്ട്രീയ വേട്ടയാടലാണോ അതോ നീതി നടപ്പാക്കലോ? താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ഇത്തരം കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.